മൂന്നാം ചന്ദ്രയാൻ 3 മുതൽ 1600 വർഷമായി തുരുമ്പെടുക്കാത്ത ഇരുമ്പ് തൂൺ വരെ. പലപ്പോഴും നമ്മളോടൊരു കുസൃതി ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്ത്യക്കാർ, അതായത് ഭാരതം എന്ന ഈ സാമ്രാജ്യം ലോക ശാസ്ത്രവേദിയിലേക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്? അതിനുത്തരം തമാശയായി പറയാറ് 0. അതെ, അത് തന്നെയാണ്. 0 ഈ ഭാരതത്തിൻ്റെ സംഭാവനയായിരുന്നു. ശാസ്ത്രലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു 0ൻ്റെ കണ്ടുപിടുത്തം. വീണ്ടും സില്ലി ടോക്കിലേക്ക് സ്വാഗതം. സില്ലി ടോക്ക് ഓൺ സം സീരിയസ് ടോപ്പിക്സ്. ശാസ്ത്രകാര്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും സില്ലി ടോക്കിൽ വരുന്നതാണ്. എല്ലാ സില്ലി ടോക്ക് എപ്പിസോഡ്സും വിടാതെ തന്നെ കാണുക. ഇന്ന് ഞങ്ങൾ ചന്ദ്രയാൻ മുതൽ 1600 വർഷത്തോളം തുരുമ്പൊന്നും പിടിക്കാതെ അതേപോലെ നിന്ന ഉരുക്കുവിദ്യ, ഇന്ത്യയുടെ സംഭാവനയായ മറ്റനേകം ശാസ്ത്രകാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഈ സില്ലി ടോക്കിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അത്ഭുതങ്ങളുടെ നാടാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 28-ാം തീയതി 2025 ഫെബ്രുവരി 28-ാം തീയതി ലോക ശാസ്ത്ര ദിനമായിരുന്നു. അതിന് മുന്നോടിയായി ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു. അതിൽ ഇന്ത്യക്ക് പലപ്പോഴും അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിന് എന്ത് സംഭാവന നൽകി എന്ന് ചോദിക്കുമ്പോൾ 0 എന്നുള്ള ചോദ്യം അതുകൊണ്ട് സാർത്ഥകമാകുന്നു. കാരണം ഗണിതശാസ്ത്രപരവും ശാസ്ത്രീയവുമായ വൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ 0 എന്ന ആശയം പുരാതന ഭാരതത്തിലാണ് കണ്ടുപിടിച്ചത്. അത് ലോകത്തിന് സംഭാവന ചെയ്തത് ഈ ഭാരതമാണ്. അപ്പോൾ ആ തമാശ കാര്യമാവുന്നു. നൂറ്റാണ്ടുകളായി ശാസ്ത്രീയ അത്ഭുതങ്ങളുടെ നാടായിരുന്നു ഇന്ത്യ. പൈനിയറിംഗ് ലോഹശാസ്ത്രം മുതൽ ചന്ദ്രനിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്നതുവരെ പല കാര്യങ്ങളിലും ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. ഇന്ത്യയിലെ ശാസ്ത്രം തുടർച്ചയായി വികസിക്കുകയും ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. പുരാതന കണ്ടുപിടുത്തങ്ങൾ മുതൽ ആധുനിക മുന്നേറ്റങ്ങൾ വരെ എല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്ര സംഭാവനകളിൽ ചിലത് ചരിത്രത്തിലൂടെ നമ്മൾക്കൊന്ന് പര്യവേക്ഷണം ചെയ്യാം. വുഡ് സ്റ്റീൽ, നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും വുഡ് സ്റ്റീൽ എന്താണെന്നുള്ളത്. പുരാതന ലോകത്തിലെ അത്ഭുത ലോഹം എന്നാണ് വുഡ് സ്റ്റീലിനെ നമ്മൾ പറയുന്നത്. മനുഷ്യരാശിയുടെ ലോഹശാസ്ത്ര പൈതൃകം ഇന്ത്യയെ അതിൻ്റെ മുകളിൽ എത്തിച്ചിരിക്കുന്നു. ലോഹശാസ്ത്ര പൈതൃകം, ലോകത്തിൻ്റെ പൈതൃകം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യമായി കാണുന്ന രാജ്യം നമ്മുടെ ഭാരതമാണ്. ലോകത്തെ ശുദ്ധമായ ഉരുക്ക് ആദ്യമായി ഉണ്ടായത് ഇന്ത്യയിൽ നിന്നാണ്. അത് ഏകദേശം BC 400 വർഷത്തിലാണ്, അതായത് 4-ാം നൂറ്റാണ്ടിൽ. BC ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിലാണ് ഇരുമ്പിൻ്റെ ആ ശുദ്ധമായ ഉരുക്ക് എന്ന ലോഹം നമ്മൾ ഉരുത്തിരിച്ചെടുക്കുന്നത്. ഇരുമ്പിന് ഉയർന്ന അളവിൽ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർബണുമായിട്ട് ലയിപ്പിക്കുകയാണ്. അതിന് കാർബൺ സ്റ്റീൽ ഉണ്ടാക്കുന്നു. ആദ്യത്തെ യഥാർത്ഥ ഉരുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഇന്ത്യക്കാർക്ക് അറിയാമായിരുന്നു. ഉരുക്കിൻ്റെ കന്നഡ തെലുങ്ക് പദമായ ഉക്കു എന്ന ആ ഇംഗ്ലീഷ് പതിപ്പിൽ ആണ് വൂഡ്സ് എന്ന ആധുനിക നാമം ഉണ്ടാകുന്നത്. ലോഹശാസ്ത്രത്തിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യ വുഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നുള്ളതിന് ഇന്നും നിലനിൽക്കുന്ന തെളിവുകളുണ്ട്. അത് വളരെ ശക്തവും വഴക്കവുമുള്ളതായ ഒരു വസ്തുവായിരുന്നു. അത് ലോകമെമ്പാടും പ്രശസ്തമായിരുന്നു. മൂർച്ചയ്ക്കും ഈടും കാരണം അറിയപ്പെടുന്ന ഐതിഹാസികമായിട്ടുള്ള ഡമാസ്കസ് വാളുകൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. യൂറോപ്യൻ ശാസ്ത്രജ്ഞർ പിന്നീട് വുഡ് സ്റ്റീൽ എന്താണ്, എങ്ങനെ ഉണ്ടാക്കാം എന്നെല്ലാം കൂലങ്കുഷമായി പഠിച്ചു. ആധുനിക ലോഹശാസ്ത്രത്തിന് അങ്ങനെയാണ് അടിത്തറയുണ്ടാവുന്നത്. ലോകത്തെ ഏറ്റവും നിർമ്മിക്കപ്പെടുന്ന ഇരുമ്പ്, ഉരുക്ക്, മറ്റു ലോഹങ്ങൾ എല്ലാം ഭാരതത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഉരുക്കായിരുന്നു വുഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ റിപ്പോർട്ടുകൾ, അതായത് തെക്കേ ഇന്ത്യയിലേക്ക് പോലുള്ള യാത്രക്കാരുടെ ആ രേഖകൾ പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിർമ്മിച്ച ചെറിയ ഉരുക്ക് കേക്കുകൾ കെട്ടി വാർത്ത് ഉരുക്കി തീർത്താണ് ഡമാസ്കസ് വാളുകൾ നിർമ്മിച്ചത് എന്ന് കാണാവുന്നതാണ്. നമ്മൾ ഈ ഉരുക്കിനെയാണ് വുഡ് സ്റ്റീൽ എന്ന് വിളിച്ചിരുന്നത്. പാശ്ചാത്യ ലോകത്ത് ഉരുക്ക് നല്ല രീതിയിൽ നിർമ്മിക്കപ്പെടുന്നതിന് 1000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്. എഞ്ചിനീയറിംഗ് പണ്ഡിതനായ JD വെർഹോൺ ഇയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ശാസ്ത്രജ്ഞനായിരുന്നു. ആൽഫ്രഡ് പെൻഡ്രെ നൂറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വലിയ ലോഹശാസ്ത്രജ്ഞർക്ക് പിടികിട്ടാത്ത പുരാതന വാൾ നിർമ്മാണ സാങ്കേതികവിദ്യ വീണ്ടും കണ്ടെത്തിയ രാജ്യം ഇന്ത്യ. ബ്ലേഡ് സ്മിത്ത്
എന്നിവർ ചേർന്ന് ദ മിസ്റ്ററി ഓഫ് ഡമാസ്കസ് വാൾ എന്ന ഗവേഷണ പ്രബന്ധം രചിച്ചു. രസകരമായ വസ്തുത, അലക്സാണ്ടർ ഇന്ത്യയിൽ നിർമ്മിച്ച ഏകദേശം 2.7 ടൺ ഉരുക്ക് അദ്ദേഹം കടത്തിക്കൊണ്ടുപോവുകയുണ്ടായി. സ്പെയിനിൽ സാമ്രാജ്യത്വ റോമൻ സൈന്യത്തിനായി ഇന്ത്യൻ ഉരുക്കിനെ വാളുകളാക്കി മാറ്റാൻ അന്ന് ഇന്ത്യൻ കമാരന്മാർ പോയിരുന്നു, ലോഹശാസ്ത്രജ്ഞന്മാർ പോയിരുന്നു. ഫെറിക്കം ഇൻഡിക്കം എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആ ലോഹവസ്തു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാളുകൾ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശാസ്ത്ര പൈതൃകം എന്നും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ചന്ദ്രയാൻ 3 ടു അയൺ പില്ലർ, അതാണ് ഈ ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം കൂടെ, നമ്മൾ ചികിത്സാ രംഗത്തും ഇതുപോലെ ലോകത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിലായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആയുർവേദം, മറ്റൊരു ചികിത്സാ രീതി യഥാർത്ഥ ശാസ്ത്രീയമായി വികസിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഭാരതത്തിൽ ശസ്ത്രക്രിയ പോലും നടത്തിയിരുന്നു. നമ്മൾക്കറിയാം സുശ്രുതൻ്റെ ശസ്ത്രക്രിയ പദ്ധതികൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അവ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പദ്ധതികൾ, ഇതെല്ലാം ലോകപ്രശസ്തമാണ്. ശാസ്ത്രത്തിന് ശരീരഭാഗങ്ങൾ കീറി മുറിച്ച് അതിലുള്ള ചീത്ത ഭാഗങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അവ തുന്നിച്ചേർക്കുകയോ ചെയ്യാൻ അറിയാത്ത കാലത്ത് ഇവ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആയുർ എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, ജീവൻ, ജീവിതം എന്നാണ്. വേദ എന്നാൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നാണ്. അതിൽ നിന്നാണ് ആയുർവേദ എന്ന പദം സമഗ്ര പദം ഉണ്ടായിട്ടുള്ളത് തന്നെ. ഇതിൽ നിന്ന് ഒരു ആരോഗ്യത്തോട് ഒരു പൊതുവായ അപ്രോച്ച്, ഒരു പൊതുവായ സമീപനം ആണ് ഭാരതത്തിലുണ്ടായിരുന്നത്. എങ്ങനെ രോഗത്തിൻ്റെ കാരണങ്ങൾ മാറ്റി രോഗത്തെ തന്നെ തീർത്തും ഇല്ലാതാക്കാം, അതായത് ഒരു തരം ക്യൂറേറ്റീവ് പദ്ധതി, അല്ലാതെ പാലിയേറ്റീവ് അല്ലാത്ത ഒരു പദ്ധതി. പാലിയേറ്റീവ് പലപ്പോഴും വേണ്ടി വന്നാൽ മാത്രം പാലിയേറ്റീവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്യൂറേറ്റീവ് മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതായിരുന്നു ഭാരതീയ സിദ്ധാന്തം. ആയുർവേദ നമ്മൾക്കറിയാം ഏറ്റവും പുരാതനമായ ചികിത്സാ രീതി തന്നെയാണ്. അതിൽ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് പ്രകൃതിയിൽ നിന്നും പ്രകൃത്യാ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലൂടെ ഉണ്ടാക്കിയെടുത്ത വസ്തുക്കളിൽ നിന്നാണ്. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തും ചേർക്കാതെയും ഒറ്റയ്ക്കായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, ആ ഒരു പുരാതന ജ്ഞാനം, പൗരാണിക ജ്ഞാനം ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു മെഡിസിൻ സിസ്റ്റത്തിൽ വളരെ നന്നായി ഉപയോഗിച്ചു വരികയും ഓരോ തലമുറ കഴിയുന്നതിനനുസരിച്ച് അവ വളർന്നു വരികയും ചെയ്തിരുന്നു. പണ്ടൊക്കെ വാമൊഴിയായിട്ടായിരുന്നു ഇത് പകർന്നു കൊടുത്തിരുന്നത്. ഗുരു ശിഷ്യന് വാമൊഴിയായി പറഞ്ഞു കൊടുക്കുന്നു. ആ ശിഷ്യൻ അത് കേൾക്കുകയും അയാൾ സ്വയം മനനം ചെയ്യുകയും അയാളുടെ ജീവിതത്തിൽ വരുന്ന പരിചയങ്ങളിലൂടെ അത് വളർത്തിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ തലമുറ പോകുന്തോറും ഈ ശാസ്ത്രം വളർന്നു വരുന്ന ഒരു രീതിയായിരുന്നു ഭാരതീയ രീതി. പിന്നെയോ ഈ പുരാതന ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണ്, അതായത് സംഭാവനകൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം സുശ്രുതൻ മാത്രമല്ല, ഒരുപാട് ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ശസ്ത്രക്രിയാ പദ്ധതികളുടെ രൂപരേഖ ഉണ്ടാക്കുകയും പരിശോധിക്കുകയും അവയൊക്കെ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനെ ബാധിക്കുക എന്ന് പഠിക്കുകയും ചെയ്തിരുന്ന ശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു. സുശ്രുതൻ്റെയൊക്കെ പഠനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണങ്ങൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ, കാറ്ററാക്ട് പോലെയുള്ള, കാറ്ററാക്റ്റിൻ്റെ എടുത്ത് കളയുന്ന എക്ടോമി എന്ന് പറയുന്ന രീതിയിലുള്ള ശസ്ത്രക്രിയകൾ, അതുമാത്രമല്ല വളരെ സങ്കീർണമായ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പുനർനിർമ്മിതി എന്നിവയൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു, ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ തമാശകൾ പലതും പറയാറുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് അങ്ങനെ ഒരു ആയുർവേദത്തിനെ പറ്റി ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു, ആയുർവേദം കൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താം എന്നുള്ളത്. എന്നിട്ട് ഇന്ത്യൻ ആക്ടേഴ്സ് ലൈക്ക് കരീന കപൂർ, അല്ലെങ്കിൽ മലൈക്ക അറോറ, അനുഷ്ക ശർമ്മ, ശില്പ ഷെട്ടി, ഹോളിവുഡ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഗ്വീൻത് പാൽട്രോ, അതുപോലെ തന്നെ ആയുർവേദ വഴിയിലൂടെ ഭക്ഷണം അല്ലെങ്കിൽ അത് ത്രിദോഷങ്ങളുടെ ഇല്ലാതാക്കൽ എന്നിവയൊക്കെ ഇതിലൂടെ നേടിയെടുക്കാമെന്ന് ശരിക്കും വിശ്വസിക്കുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിരുന്നു. അതിനു പുറമെ ജോൺസൺ, മിറാൻഡ കെയർ ആൻഡ് ജി സെൽബോൺഷൻ എല്ലാവരും ഇതേപോലെ ആയുർവേദത്തെ സമീപിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നെ മൂന്നാമതൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. അത് ഉണ്ടായി വരുന്നത് ഇന്ത്യൻ ഭാരതീയ ഗണിതശാസ്ത്ര പദ്ധതിയിലൂടെയാണ്. ലോകത്തിന് ഈ പൂജ്യം എന്ന് പറയുന്നത് സംഭാവന ചെയ്തത് ഭാരതമാണ്. ആര്യഭടീയം എന്ന ആര്യഭടൻ്റെ ആ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം. ഇത് ക്രിസ്ത്യൻ വർഷം 5-ാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ മതം അതാണ്.
അങ്ങനെ ലോകത്തിന് ആര്യഭടീയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമ്മൾക്ക് അജ്ഞാതമോ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ആണ്. 5-ാം നൂറ്റാണ്ടിലാണ് ഈ പൂജ്യം എന്നുള്ള ഒരു തത്വം ലോകത്തിനായി സംഭാവന ഭാരതം നൽകുന്നത് ആര്യഭടീയത്തിലൂടെയാണ്. അങ്ങനെ ഇത് ലോക ഗണിതശാസ്ത്രത്തിൻ്റെ തന്നെ അടിത്തറയായി വരികയും ചെയ്തു. പിന്നെ ബ്രഹ്മഗുപ്ത 7-ാം നൂറ്റാണ്ടിൽ ചില നിയമങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. ഈ പൂജ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് കണക്കുകൂട്ടലിൻ്റെ നിയമങ്ങളും ലോക തത്വങ്ങളും മുന്നോട്ട് വെച്ചു. പിന്നെ അറേബ്യയിൽ നിന്ന് വന്ന യാത്രക്കാരാണ് ഇത് ലോകം മുഴുവൻ പരത്തിയത്. ഇന്ത്യയിൽ മാത്രമായിട്ട് നിന്നിരുന്നു, അത് ലോകത്തിന് മുഴുവൻ അറിയിച്ചു കൊടുത്തത് അറബ് യാത്രക്കാരാണ്. ഈ തത്വങ്ങളും എല്ലാം അവർ ലോകം മുഴുവൻ പരത്തുകയും ചെയ്തു. 3-ാമത്തെ കാര്യം, അപ്പോൾ പൂജ്യമാണ്. ലോകത്തിന് ഏറ്റവും നല്ല സംഭാവനകൾ എന്നും ശാസ്ത്രീയ കാര്യങ്ങളിൽ ഭാരതം നൽകിക്കൊണ്ടിരുന്നു. നമുക്ക് 4-ാമത്തെ എന്താണെന്ന് നോക്കാം. അതൊരു ഇരുമ്പ് തൂണിനെ കുറിച്ചുള്ളതാണ്. ഇപ്പോഴും അത് ഡൽഹിയിൽ കാണാം. ഏകദേശം 1600 വർഷത്തിലധികമായി ആ തൂൺ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു തുരുമ്പ് പോലും ഏൽക്കാതെ. അതാണ് അതിൻ്റെ രസം. അങ്ങനെ എങ്ങനെയാണ് ആ തൂൺ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹത്തിൻ്റെ ഘടന എന്താണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ചേർത്താണ് ആ ലോഹം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ഇത്രയും നൂറ്റാണ്ടുകളായി ഒരു തുരുമ്പ് പൊടി പോലും ഇല്ലാതെ അവിടെ നിൽക്കുന്നു. നമ്മുടെ അശോക സ്തംഭം തന്നെ നമ്മൾക്കറിയാം. അങ്ങനെ ഡൽഹിയിലുള്ള ആ 4-ാം നൂറ്റാണ്ടിലെ ആ തൂണ്, ആ സ്തൂപം ഇപ്പോഴും അതുപോലെ അതൊരു ശാസ്ത്രീയ അത്ഭുതം തന്നെയായിട്ട് നിൽക്കുന്നു. പൗരാണിക ഭാരതീയ ശാസ്ത്ര തത്വങ്ങളുടെ ഏറ്റവും അത്ഭുതാവഹമായ ഒരു കാര്യമായിട്ട് ഇപ്പോഴും അത് നിലകൊള്ളുന്നു. പിന്നെയോ അതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ്, അതുപോലെ തന്നെ മെറോളി, അതുപോലെ 1600 വർഷം ആയിട്ടും തുരുമ്പടിക്കാത്ത രീതിയിലുള്ള ആ ഒരു കൂട്ടിച്ചേർക്കലിൻ്റെ തത്വം എന്താണെന്ന് ഇപ്പോഴും നമ്മൾക്കറിയില്ല. അതൊരു അത്ഭുതമായിട്ട് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് മെറ്റലർജിയുടെ, അതായത് ലോഹം ഉരുക്കുകയും ഉണ്ടാക്കുകയും മറ്റു ലോഹങ്ങൾ ഉരുക്കി ചേർത്ത് സങ്കരലോഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ ശാസ്ത്രത്തെ ലോകത്തിന് അറിയിച്ചു കൊടുത്തത് ഈ ഭാരതമാണ്. 2003 കാൺപൂർ IITയിലെ ചില ഗവേഷകർ, ശാസ്ത്രജ്ഞർ ഇതിൻ്റെ രഹസ്യം പുറത്തു കൊണ്ടുവരികയുണ്ടായി. എന്താണ്, എങ്ങനെയാണ് ഈ ഇരുമ്പ് ഉരുക്ക്, ഈ കൂട്ടുലോഹം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവർ കറന്റ് സയൻസ് എന്ന ജേണലിൽ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. അവർ കണ്ടത് ഇത് റോട്ട് അയൺ ആണ് പ്രധാനമായും ഇതിലുള്ളതെന്നുള്ളതാണ്. റോട്ട് അയൺ അതിൻ്റെ ഫോസ്ഫറസ് കണ്ടന്റ് 1% വെച്ച് നിർത്തിയിരിക്കുന്നു. സൾഫർ അതിൽ ഇല്ല, മഗ്നീഷ്യം ഇല്ല. പിന്നെയോ മറ്റ് ആധുനിക ഇരുമ്പിനെ പോലെയല്ല, അതിൽ മഗ്നീഷ്യവും സൾഫറും ഇല്ലാതെ 1% മാത്രം ഫോസ്ഫറസ് ഇട്ടുകൊണ്ടുള്ള കൂടുതലും റോട്ട് അയണുള്ള ഒരു സങ്കരവിദ്യയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, ലോഹ സങ്കരവിദ്യ. അങ്ങനെ ക്രാഫ്റ്റ്സ്മാൻ അതിനെ ഫോർജ് വെൽഡിംഗ് എന്നാണ് വിളിച്ചിരുന്നത്. ആ ഒരു ടെക്നോളജിയെ, അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു സാങ്കേതിക വിദ്യയെ അവർ ഫോർജ് വെൽഡിംഗ് എന്ന് വിളിച്ചിരുന്നു. അവർ അത് ചൂടാക്കുകയും ഹാമർ ചെയ്യുകയും അയണിൻ്റെ മുകളിൽ ഹാമർ ചെയ്യും. അത് ആ ഫോസ്ഫറസിൻ്റെ ഹൈ ഫോസ്ഫറസ് കണ്ടന്റ് ഇൻടാക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരികയും ചെയ്തു. ആ മെത്തേഡിന് അൺകോമൺ ആണ്, പലപ്പോഴും അത് സാധാരണ നമ്മൾ കാണുന്നതല്ല. ഈ ആധുനിക ലോഹ സാങ്കേതിക വിദ്യയിൽ നമ്മളിപ്പോഴും കാണാത്ത ഒരു കാര്യമാണ് ഈ സാങ്കേതിക വിദ്യ. അവിടെയും ഒരു രസാവഹമായ കാര്യമുണ്ട്. ഒരു ഐതിഹ്യമനുസരിച്ച് നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഒരു പില്ലറിനോ ഒരു തൂണിനോട് പിന്നോട്ട് ചാരി നിൽക്കുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് അത് ചുറ്റി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങളുടെ വിരലുകൾ കൂട്ടിമുട്ടുന്നു എന്നിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും സാക്ഷാത്കരിക്കപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഒരിക്കൽ ഒരു പഠനം നടത്തുകയുണ്ടായി. അവര് ഒരു വേലി കെട്ടി ആ പില്ലറിന് ചുറ്റും. ആ ഒരു മനുഷ്യര് വന്ന് തൊട്ട് അത് കേടുവരാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നും രക്ഷിക്കാനാണ് അങ്ങനെ ആ വേലി കെട്ടിയത്. എന്നിട്ടോ അപ്പോൾ അങ്ങനെ ആളുകൾക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു പ്രവണത ഇല്ലാതായി. ഇപ്പോഴും ആ തൂണ് അതുപോലെ തന്നെ നിൽക്കുന്നു, യാതൊരു കേടും സംഭവിക്കാതെ. ലോകത്തിന് ഇന്നും അതൊരു അത്ഭുതം തന്നെയാണ്.